ശ്രീവാസദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഇന്ന് ശ്രീമദ് ഭഗവത്ഗീത 12-ാം അധ്യായം. മൊത്തം ഭഗവത്ഗീതയിൽ 18 അധ്യായങ്ങളാണ്. അതിൽ 12-ാമത്തെ അധ്യായം ഭക്തിയോഗം, 6-ാം അധ്യായം സാഖ്യയോഗം, 7-ാം അധ്യായം ധ്യാനയോഗം, ഇങ്ങനെ 18-ാം അധ്യായം കർമ്മസന്യാസയോഗം. ഇങ്ങനെ ഭഗവാൻ ഭഗവത്ഗീതയിൽ പലതരത്തിലുള്ള വഴിമുറകൾ വിശദീകരിക്കുന്നു. അതിൽ 12-ാം അധ്യായം ഭക്തിയോഗം. ഭഗവാൻ ഗീതയിൽ 2-3 ശ്ലോകത്തിൽ മനോഹരമായി വിശദീകരിക്കുന്നു. ആരെങ്കിലും ഒരു ഭക്തൻ എനിക്ക് ഭക്തി പുലർത്തുമെങ്കിൽ അത് നിഷ്കളങ്കമായി, നിസ്വാർത്ഥമായി, അതിൽ യാതൊരു തരത്തിലുള്ള വേറെ അന്യമായിട്ടുള്ള കലർപ്പുമില്ലാത്ത ശുദ്ധമായ ഭക്തി വേണം എന്ന് പറയും. ഗീത മുഴുവനും, ഭഗവത്ഗീത മുഴുവനും ഭഗവാന്റെ സംഭാഷണം എന്ന് പറയുന്നത് വളരെ മധുരമായ സംഭാഷണമാണ്. അർജുനന് ഭഗവാൻ ഗീത ഉപദേശിക്കുമെങ്കിലും ഭഗവാൻ പറയും, അർജുന, ഇതെൻ്റെ അഭിപ്രായം മാത്രമാണ്. നിനക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, വേണ്ടെങ്കിൽ ഉപേക്ഷിക്കാം. അസിതോ ദേവലോ വ്യാസ, ഇതെൻ്റെ അഭിപ്രായമല്ല, മഹത് വ്യക്തികളുടെ അഭിപ്രായമാണ്, വേദങ്ങളുടെ സാരമാണ് എന്നൊക്കെ വളരെ മനോഹരമായിട്ടാണ് ഭഗവാൻ, മധുരമായിട്ടാണ് അർജുനൻ്റെ അടുത്ത് സംവാദിക്കുന്നത്. ഒരു ആധ്യാത്മിക വ്യക്തിയുടെ പരമപ്രധാനമായ ഗുണം എന്ന് പറയുന്നത് മധുരമായ സംഭാഷണം. വല്ലഭാചാര്യർ ഭഗവാനെ സ്തുതിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, അധരം മധുരം, ഭഗവാന്റെ ചുണ്ടുകൾ മധുരം, വദനം മധുരം, മുഖം മധുരമാണ്, ഹസിതം മധുരം, ഭഗവാന്റെ ചിരി വളരെ മധുരമാണ്, ഗമിതം മധുരം, ഭഗവാൻ നടക്കുന്നത് മധുരമാണ്, ചലിതം മധുരം, ഇങ്ങനെയെല്ലാം ഭഗവാനെ കുറിച്ച് വളരെ മധുരമായിട്ടാണ് ആചാര്യന്മാർ വിവരിക്കുന്നത്. മധുരാധിപതേർ അഖിലം മധുരം. ഭഗവാനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാം മധുരമാണ്. അതിൽ ഗീതയിലിരുന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് ഭഗവാന്റെ സംഭാഷണവും വളരെ മധുരമാണ്. ആദ്യത്തെ അധ്യായം മുഴുവനും അർജുനൻ സംസാരിച്ചു. കൃഷ്ണ ഭഗവാൻ ആദ്യത്തെ അധ്യായത്തിൽ സംസാരിച്ചിട്ടേയില്ല. ഭഗവത്ഗീതയിൽ മൊത്തം എത്ര അധ്യായമാണ്? 18 അധ്യായം. അതിൽ ആദ്യത്തെ അധ്യായത്തിൽ ഭഗവാൻ സംസാരിച്ചു തുടങ്ങിയിട്ടേയില്ല. എപ്പോഴും അല്പബുദ്ധികളാണ് അധികം സംസാരിക്കുക. ഗ്രാഹ്യമുള്ളവർ കുറച്ച വാക്കുകളെ സംസാരിക്കും, ചുരുങ്ങിയ വാക്കുകളിൽ കാര്യങ്ങൾ അവതരിപ്പിക്കും. അത് ഭഗവാന്റെ ഒരു പ്രത്യേകതയാണ്. പക്ഷെ അല്പബുദ്ധി ഉള്ളവർ ഒരുപാട് സംസാരിക്കും. അപ്പം നമ്മൾ ഏത് കൂട്ടത്തിലാണ്? തിരിച്ചും മറിച്ചും ഒരു കാര്യം തന്നെ നമ്മൾ പറയും. ആദ്യത്തെ അധ്യായം മുഴുവനും അർജുനൻ സംസാരിച്ചു, ഭഗവാൻ മിണ്ടിയിട്ടേയില്ല. കുറെ കഴിഞ്ഞ് തളർന്നു പോയി അർജുനൻ പറഞ്ഞു, കൃഷ്ണ,
എനിക്ക് വല്ലാത്ത ഒരു ചിത്തഭ്രമം, ബോധം ശരിക്കും പ്രവർത്തിക്കുന്നില്ല. ഞാൻ ഒരുപാട് കൺഫ്യൂസ്ഡായി. കയ്യിലിരുന്ന് അമ്പും വില്ലും ആവനാഴിയെല്ലാം നിലത്തോട്ട് വീഴുന്നു. കണ്ണുകൾ ഇരുണ്ടു പോകുന്ന ഒരു പ്രവണത, നേരെ ചിന്തിക്കാൻ പറ്റുന്നില്ല. ഭഗവാൻ ഒന്ന് ഉപദേശിച്ചാലും എന്ന് പറഞ്ഞതിന് ശേഷമാണ് ആര് സംസാരിക്കാൻ തുടങ്ങിയത്? കൃഷ്ണ ഭഗവാൻ അതിന് ശേഷമാണ് സംസാരിക്കുന്നത്. ഇതിൽ വലിയ ഒരു പാഠം എന്താന്ന് വെച്ചാൽ, ക്ഷണിക്കാത്ത സ്ഥലത്ത് പോയി സംസാരിക്കാനേ പാടില്ല. നിയന്ത്രിക്കാൻ സാധിക്കാതെ ചെന്ന് സംസാരിച്ച് ചീത്തപ്പേരും മനപ്രയാസവും ഉണ്ടായ അനുഭവം ആർക്കെങ്കിലും ഉണ്ടോ? ആർക്കും ഇല്ല. എല്ലാവർക്കും ഉണ്ട്. ആവശ്യമില്ലാതെ നമ്മൾ എന്തെങ്കിലും ചെന്ന് പറയും, പറഞ്ഞിട്ട് കുടുങ്ങും. മുഴുവൻ ആദ്യത്തെ അധ്യായം മുഴുവനും കൃഷ്ണ ഭഗവാൻ ഒരു അക്ഷരം മിണ്ടിയില്ല. അർജുനൻ തളർന്നു പോയി ഭഗവാൻ സംസാരിക്കുക എന്ന് ക്ഷണിച്ചതിന് ശേഷമാണ് ഭഗവാൻ സംസാരിച്ചത്. മിതമായ വാക്കുകൾ, മനസ്സിന് ഹിതമായ വാക്കുകൾ, ഇഷ്ടപ്പെടുന്ന വാക്കുകൾ, ചുരുങ്ങിയ വാക്കുകൾ കൊണ്ടാണ് ഭഗവാൻ സംസാരിക്കുന്നത്. ആദ്യത്തെ ശ്ലോകം തന്നെ ഭഗവാൻ എന്താ പറയുന്നത്? അസോച്യാൻ അൻവസോചസ്ത്വം പ്രജ്ഞവാദാംശ്ച ഭാഷസേ ഗതസുൻ ആഗതസുംശ്ച നാനുസോചന്തി പണ്ഡിതഃ. അർജുന, പ്രജ്ഞ, വലിയ മേധാവി, ബുദ്ധിമാനെ പോലെ നീ സംസാരിക്കുമെങ്കിലും പണ്ഡിതന്മാർക്ക് യോജിച്ച വാക്കുകളല്ല നീ സംസാരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? വളരെ ബുദ്ധിമാനെ പോലെ നീ സംസാരിക്കുമെങ്കിലും പണ്ഡിതന്മാർക്ക് യോജിച്ച വാക്കുകളല്ല നീ ഉപയോഗിക്കുന്നത്. ആ പറഞ്ഞതിൻ്റെ അർത്ഥം വേറെ ഒന്നുമല്ല, വിഡ്ഢി എന്നാണ്. ഇത്രയേ ഉള്ളൂ. പക്ഷെ അതുപോലും എങ്ങനെ മനോഹരമായിട്ടാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ദേഷ്യം വരുമ്പോൾ വീട്ടിൽ വഴക്കുണ്ടാക്കണമെങ്കിൽ അങ്ങനെയൊക്കെ പറയണം. പ്രഭു, അങ്ങയുടെ വാക്കുകൾ ചേരാത്ത, അങ്ങനെയൊക്കെ വേണം വഴക്കുണ്ടാക്കാൻ. അർജുനനെ കൃഷ്ണ ഭഗവാൻ വിഡ്ഢി എന്ന് വിളിച്ചതാ, പക്ഷെ വളരെ മനോഹരമായിട്ട്. മുഴുവൻ ഗീതയിലും എവിടെയും തന്നെ ഭഗവാൻ കടുത്ത വാക്കുകൾ ഉപയോഗിച്ചിട്ടില്ല. എല്ലാ സ്ഥലത്തും ഭഗവാൻ ഉപയോഗിച്ച വാക്കുകൾ, അർജുന ഇതെൻ്റെ അഭിപ്രായമാണ്, ദേവഗണങ്ങളുടെ അഭിപ്രായമാണ്, ഋഷിവര്യൻ്റെ അഭിപ്രായമാണ്, വേദങ്ങളുടെ സാരമാണ്. ഒരേ ഒരു ശ്ലോകത്തിൽ മാത്രമാണ് കൃഷ്ണ ഭഗവാൻ അല്പം രൂക്ഷമായ വാക്കുകൾ ഉപയോഗിക്കുന്നത്. അതച്ഛേത്വം അഹങ്കാര ന ശ്രോക്ഷ്യസി വിനങ്ഷ്യസി. അർജുന, അഹങ്കാരം കൊണ്ട് ഞാൻ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ വിനാശമാണ് ഫലം. ആ ഒരു ശ്ലോകത്തിലാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. ഇത് സംസ്കൃതത്തിലാണ്. അതച്ഛേത്വം അഹങ്കാര ന ശ്രോക്ഷ്യസി വിനങ്ഷ്യസി. അഹങ്കാരം കൊണ്ട് ഞാൻ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ നാശമാണ് ഫലം. അവിടെയും നോക്കിക്കോളൂ, ഒരുപാട് ഘടിപ്പിച്ചിട്ടില്ല. ഇത് മലയാളത്തിൽ നമ്മൾ ഈ ശ്ലോകം തർജിമ ചെയ്താൽ എളുപ്പത്തിൽ തർജിമ ചെയ്യാൻ പറ്റും. എന്താണ് അർത്ഥം? ഞാൻ പറയണത് അങ്ങോട്ട് കേട്ടാൽ മതി, ഇത്രയേ ഉള്ളത്. പക്ഷെ ആ പറഞ്ഞത് പോലും വളരെ മനോഹരമായിട്ടാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. ചിലപ്പം നമുക്ക് ഈ മുഴുവൻ ഭഗവത്ഗീതയും മനസ്സിലാക്കാനുള്ള സമയമോ സാഹചര്യമോ ഉണ്ടാവില്ല. പക്ഷേ ഇതിനേക്കാളും ഉപരിയായ ഒരു മനഃശാസ്ത്ര ഗ്രന്ഥം ഇന്ന് വരെ ഭൂമിയിൽ ഉണ്ടായിട്ടില്ല. ദേഷ്യം എന്താണ്, കാമം എന്താണ്, ദേഷ്യം എങ്ങനെ പ്രവർത്തിക്കും, ദേഷ്യം വരുന്നതിന് 8 സ്റ്റേജുകൾ, നിലപാടുകൾ എന്തൊക്കെയാണ്, ഏത് നിലയിൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും എന്ന് ചുവട് വെച്ച് ഭഗവാൻ ഇങ്ങനത്തെ ഒരു ഗ്രന്ഥം പ്രപഞ്ചത്തിൽ ഉണ്ടായിട്ടില്ല. ഇതെല്ലാവരും വായിച്ചു പഠിക്കണം. അപ്പോൾ 12-ാം അധ്യായത്തിൽ ഭക്തിമാർഗം എളുപ്പം. എന്നാൽ ഈ ഭഗവത്ഗീത തന്നെ പഠിക്കുമ്പോൾ നമുക്കൊരു അധ്യാപകൻ്റെ സഹായം വേണം. അല്ലാതെ പഠിച്ചാൽ എത്രയോ കേരളത്തിൽ ഭഗവത്ഗീത പണ്ഡിതന്മാരുണ്ട്, ഗുരുവില്ലാതെ ഭഗവത്ഗീത പഠിച്ചവർ.
അവരെ കണ്ടാൽ നമുക്ക് തിരിച്ചറിയും. ഒരു നീളത്തിലൊരു താടി ഉണ്ടാകും, സൈഡിൽ വലിയ ഒരു സഞ്ചി ഉണ്ടാകും. അവരെടുത്ത് ചേട്ടാ സുഖമാണ്, സുഖമെന്ത് ദുഃഖമെന്ത്, കഴിച്ചോ, ഓ കഴിച്ചാൽ എന്താ കഴിച്ചു, ഇങ്ങനെയൊക്കെ എങ്ങും എത്താത്ത മറുപടി കിട്ടും. അതിൻ്റെ അർത്ഥം അയാൾ ഗീത ഗുരു ഇല്ലാതെ പഠിച്ചു എന്നാണ്. ആധ്യാത്മിക ഗുരു വളരെ അത്യാവശ്യമാണ്. ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നു, എൻ്റെ ഭക്തന്മാർ ശ്രേഷ്ഠരായ വ്യക്തികളാണ്, ഉയർന്ന വ്യക്തികളാണ്. പക്ഷെ എന്താണ് ഈ ഭക്തി? അത് ഭഗവാൻ വിശദീകരിച്ചിട്ടില്ല. അവിടെ പ്രഭുപാദ സ്വാമികൾ വിശദീകരിക്കുന്നു, ഭക്തി എന്ന് വെച്ചാൽ നാമജപം ചെയ്യുക, ചായയും ചാരായയും കുടിക്കാതിരിക്കുക, കോഴിയും കുറുക്കനെയും പിടിച്ച് തിന്നാതിരിക്കുക, രാവിലെ പുലർച്ചയ്ക്ക് സൂര്യോദയത്തിന് മുമ്പേ എഴുന്നേറ്റ് നാമജപം ചെയ്യുക, ഗീത ഭഗവത്ഗീത, ഇതാണ് ഭക്തി. അപ്പൊ ഏതാണ് എളുപ്പം? കൃഷ്ണ ഭഗവാൻ പറയുന്നു എൻ്റെ ഭക്തരായി തീരുക. പ്രഭുപാദർ പറയുന്നു ഭക്തി എന്ന് വെച്ചാൽ നാമജപം, മടുക്കും ചിട്ട. ഏത് നിർദ്ദേശമാണ് നമുക്ക് എളുപ്പം? രോഗം ബാധിച്ച് വൈദ്യൻ്റെ അടുത്ത് ചെന്നു. വൈദ്യൻ ഒരു ഡബ്ബ നിറയെ ഗുളിക, ഇത് കഴിച്ചാൽ രോഗം മാറും. ഒരു വൈദ്യൻ പറഞ്ഞു. ഇനിയൊരു വൈദ്യൻ പറഞ്ഞു, പ്രഭാത ഭക്ഷണത്തിന് മുമ്പേ ഒന്ന്, നട്ടുച്ചയ്ക്ക് 12 മണിക്ക് ഒന്ന്, രാത്രി അത്താഴം കഴിഞ്ഞിട്ട് ഒന്ന്, ഞായറാഴ്ച അവധി മരുന്ന് കഴിക്കണ്ട എന്ന് ഒരു അടുക്കും ചിട്ടയിൽ ഒരു ലിസ്റ്റ് തന്നു. ഏത് വൈദ്യൻ്റെ നിർദ്ദേശമാണ് ഫലപ്രദം? ഏതാണ്? അടുക്കും ചിട്ടയോട് കൊടുത്തത്. ഇവിടെ പ്രഭുപാദർ ചെയ്തതും അതാണ്. കൃഷ്ണ ഭഗവാൻ പറഞ്ഞു, എല്ലാവരും ഭക്തരാകുക, ഭക്തിയോട് പുലർത്തുക, എൻ്റെ സമീപം വരിക. പക്ഷെ ഈ ഭക്തി എന്താണെന്ന് ഭഗവാൻ എവിടെയും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഒരുപാട് പേര് വിചാരിച്ചിരിക്കുകയാണ് അമ്പലത്തിൽ ചെന്നിരുന്ന് കരഞ്ഞാൽ ഭക്തിയാണ്, അവിടെ ചെന്ന് ഉരുണ്ടാൽ ഭക്തിയാണ്, തിരുപ്പതിയിൽ മൊട്ടയടിച്ചാൽ ഭക്തി, ഇങ്ങനെ പലതും. ഇതൊന്നും തെറ്റല്ല. പക്ഷെ ഇതിനേക്കാളും എല്ലാം ഉപരി ഭക്തി എന്ന് വെച്ചാൽ നാമജപം, യമനിയമങ്ങൾ. അപ്പൊ പ്രഭുപാദർ വ്യക്തമായി പറഞ്ഞപ്പോൾ അത് ആചരിക്കുന്നതാണ് എളുപ്പം. ശരിയാണോ തെറ്റാണോ? അല്ലേ? ഇന്നത് ചെയ്യണം എന്ന് പറഞ്ഞാൽ എളുപ്പമായി. അതുകൊണ്ട് ഒരു ഗുരുവിൻ്റെ സഹായം, ഗീത പഠിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഗുരുവിൻ്റെ സഹായം വേണം. അപ്പൊ 12-ാം അധ്യായത്തിൽ ഭക്തിയോഗം, കലർപ്പില്ലാത്ത ഭക്തി വേണം എന്നാ പറയും. ഭഗവാന് അല്പം പൊസസീവ്നെസ് ഉണ്ട്. സർവധർമാൻ പരിത്യജ്യ മാം ഏകം ശരണം വ്രജ. എല്ലാ ധർമ്മങ്ങളും ഉപേക്ഷിച്ചിട്ട് എന്നെ ശരണം പ്രാപിക്കുക. ഇപ്പൊ ഇവിടെ രാമായണത്തിൽ 2 കഥാപാത്രം, ബാലിയും സുഗ്രീവൻ. എല്ലാവരും കേട്ടിട്ടുണ്ടാകും. 2 സഹോദരന്മാർ, ബാലി സുഗ്രീവന്മാർ. ഇതില് ബാലിയും ഒരു ആചാരം അനുഷ്ഠാനമുള്ള വ്യക്തിയാണ്. രാമായണം പറയുന്നു, ബാലി രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ, ജഗന്നാഥപുരി ഒറീസയിലാണ് പുള്ളിയുടെ നിർമാല്യം, ഉച്ചപൂജ ബദ്രികാശ്രമത്തിലെ ഹിമാലയത്തിൽ, സന്ധ്യയ്ക്ക് പൂജ ദ്വാരകയിൽ. ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു സാധനയാണ്. രാവിലെ ഫസ്റ്റ് എവിടെ പൂജിക്കും? ഒറീസയിൽ ജഗന്നാഥ് പുരിയിലുള്ള പൂജ, ഉച്ചപൂജ ഹിമാലയത്തിൽ ബദ്രികാശ്രമത്തിൽ, സന്ധ്യയ്ക്കുള്ള പൂജ ദ്വാരകയിൽ. അങ്ങനത്തെ ഒരു ഉയർന്ന വ്യക്തിയാണ് ബാലി. പക്ഷേ ഭഗവാൻ ബാലിയെ സഹായിച്ചില്ല, സുഗ്രീവനെയാണ് സഹായിച്ചത്. ബാലിയും ഒരു ഭക്തനാണ്, പക്ഷെ ബാലിയെ സഹായിക്കുന്നതിനേക്കാളും സുഗ്രീവനെ സഹായിച്ചു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഭഗവാൻ പറഞ്ഞത് സുഗ്രീവൻ അനുസരിച്ചു, ബാലി അനുസരിച്ചില്ല. ചിലപ്പോഴൊക്കെ നമ്മൾ ആൾക്കാരെടുത്ത് പറയും, സാർ ഡെയിലി നാമജപം ചെയ്യണം. ഉടനെ ചിലർ മറുപടി പറയും, എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും കൃഷ്ണനാണ്, ഞാനങ്ങനെ എണ്ണാറുമില്ല, ജപിക്കാറുമില്ല, എൻ്റെ മനസ്സ് നിറയെ കൃഷ്ണനാ. ഇങ്ങനത്തെ മറുപടി കേട്ടിട്ടുണ്ടോ? ഒരു തവണ പോലും ജപിക്കൂല. അതേ കേട്ടിട്ടുള്ളൂ, ജപിക്കൂല. ഇത് ഒരു തരം എസ്കേപ്പിസമാണ്.
ഒരു മാല 108 പ്രാവശ്യം ജപിക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴും ജപമാണ് എൻ്റെ മനസ്സിൽ, എന്ന് വെച്ചാൽ ഒരു തവണ പോലും ജപിക്കുന്നില്ലെന്നർത്ഥം. കാരണം ഭഗവാൻ തന്നെ ഗീതയിൽ പറയുന്നു, നിങ്ങൾ എൻ്റെ സമീപം, എൻ്റെ പക്കൽ വരണമെങ്കിൽ യജ്ഞാനാം ജപയജ്ഞോസ്മി, എന്ത് ചെയ്യണം? അപ്പം അദ്ദേഹം ഭഗവാന്റെ ഭക്തനാണോ? അമ്പലങ്ങളിൽ പോകുന്നു, മഹാബലി രാവിലെ ഒരു ചാട്ടം ജഗന്നാഥ് പുരി, അടുത്ത ചാട്ടം ബദ്രികാശ്രമം ഹിമാലയത്തിൽ, മൂന്നാമത്തെ ചാട്ടം ദ്വാരകയിൽ. ഇത്രയും ചെയ്യുന്ന ആള് ഭഗവാൻ ഇങ്ങനെ ജപിക്കണം, അല്ലെങ്കിൽ ശ്രീരാമചന്ദ്രമൂർത്തി തന്ന നിർദ്ദേശം സ്വീകരിക്കാൻ തയ്യാറായില്ല. ചിലര് സ്വയം ഭക്തരാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. മനസ്സിലായോ ഞാൻ പറഞ്ഞു വരുന്നത്? സ്വയം ഞാൻ ഒരു ഭക്തനാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഗീതയിൽ ഭഗവാൻ പറയുന്നത് ആചരിക്കുമ്പോഴാണ് അദ്ദേഹം എന്തായിത്തീരുന്നത്. ചിലരൊക്കെ പറയും, എൻ്റെ അടുത്ത് 1-2 പേർ പറഞ്ഞു, ഞാൻ കുഞ്ഞുകാലത്ത് ജനിച്ച് വളർന്നത് ഗുരുവായൂർ നടയിലാണ്. അകത്ത് പോയിട്ടുണ്ടോ? ഇല്ല. ആ മുറ്റത്താ ഞാൻ കളിച്ചത്, വളർന്നത്. എല്ലാ അവധിക്കും ഞങ്ങൾ അവിടെ ഗുരുവായൂരിൽ തന്നെയാണ്. എന്നും രാവിലെ ശംഖുവിളി കേട്ടാ എണീക്കുന്നത്. ശരിയാണ് സാർ, ഭഗവത്ഗീത മേടിക്കൂ. വീട്ടിൽ 12 ഭഗവത്ഗീത, എൻ്റെ മുത്തച്ഛൻ്റെ കാലം തൊട്ടുള്ള ഭഗവത്ഗീതയുണ്ട്. ഇന്ന് വരെ ഒന്നും തുറന്നു നോക്കിയിട്ടില്ല. അപ്പൊ ഇത്തരം വ്യക്തികൾ സ്വയം ആധ്യാത്മിക വ്യക്തികളാണെന്ന് തെറ്റിദ്ധരിക്കുന്നു. ഭഗവാൻ പറയുന്നത് ജീവിതത്തിൽ ആചരിച്ചാൽ മാത്രമേ അവരെന്താകുന്നുള്ളൂ? ഭക്തരാ. ഭഗവാൻ എന്ത് പറയുന്നു? നാമജപം ചെയ്യുക, യമനിയമങ്ങൾ പാലിക്കുക, ഗ്രന്ഥങ്ങൾ വായിക്കുക, ആരോടും ദേഷ്യപ്പെടരുത്, ആരോടും വഴക്കുണ്ടാക്കരുത്. ഇനി ഇങ്ങോട്ട് വന്ന് വഴക്കുണ്ടാക്കിയാലും പ്രതികരിക്കരുത്. ഇതെല്ലാം ചെയ്താലല്ലേ ഭക്തൻ? ഇല്ലേ? ഓ, അത് എന്നെ കൊണ്ടൊന്നും പറ്റില്ല. അപ്പൊ ഭക്തനാണോ? അപ്പൊ ബാലിയും സുഗ്രീവനും, ബാലി ഇത്രയും ചടങ്ങുകൾ ചെയ്തു. രാവിലെ ഒരു അമ്പലം, ഉച്ചയ്ക്ക് ഒരു അമ്പലം, സന്ധ്യയ്ക്ക് ഒരു അമ്പലം, ഇതെല്ലാം ചെയ്തു. പക്ഷേ ഭഗവാൻ ബാലിയല്ല അനുഗ്രഹിച്ചത്. ആരെ അനുഗ്രഹിച്ചത്? സുഗ്രീവനെയാണ് അനുഗ്രഹിച്ചത്. ഏതൊരു വ്യക്തി ഗുരുവിൻ്റെയും വൈഷ്ണവരുടെയും കൃഷ്ണ ഭഗവാന്റെയും നിർദ്ദേശങ്ങൾ ശരിക്കും പാലിക്കുന്നോ അദ്ദേഹമാണ് ഒരു ഭക്തൻ, കലർപ്പില്ലാത്ത ഒരു ഭക്തൻ. ഇനി രണ്ടാമത്തത്, അടുത്ത ഉദാഹരണം കർണൻ. ഒരുപാട് പേര് കേരളത്തിൽ കർണൻ നല്ലവനാണ് എന്ന് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? എത്രയോ ആൾക്കാർ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ കർണൻ മഹായോദ്ധാവല്ലേ? ശരിയാണ്. ദാനധർമ്മം ചെയ്യുന്നതിൽ ഉയർന്ന ഒരാളല്ലേ? സംശയമേ ഇല്ല, ശരിയാണ്. നല്ല വ്യക്തിയാണ്. പക്ഷെ കർണൻ്റെ ഒരു പോരായ്മ, 2 തവണ കൃഷ്ണ ഭഗവാൻ നേരിട്ട് വന്ന് ഉപദേശിച്ചിട്ടും കർണൻ കേൾക്കാൻ തയ്യാറായി. കർണ, നീ പാണ്ഡവരിൽ മൂത്തവനാണ്, ധർമ്മപുത്രരെക്കാളും പ്രായത്തിൽ മുതിർന്ന ആളാണ്. ആര്? കർണൻ. കർണ, നീ ദുര്യോധനനെ വിട്ട് പാണ്ഡവരുടെ കൂടെ കൂടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ദുര്യോധനനും യുദ്ധം ചെയ്യില്ല. കാരണം നീ ദുര്യോധനന്റെ വലിയ സുഹൃത്തല്ലേ. അപ്പൊ നിന്റെ കൂടെ യുദ്ധം ചെയ്യില്ല ദുര്യോധനൻ. മാത്രമല്ല, സന്തോഷത്തോടെ ചിലപ്പോൾ നിനക്ക് പകുതി രാജ്യം തരും. യുദ്ധം ഒഴിവാക്കാം, നാശനഷ്ടങ്ങൾ ഒഴിവാക്കാം, നീ ഇങ്ങോട്ട് വന്നു ചേര്. എത്ര തവണയാ ഭഗവാൻ പറഞ്ഞത്? 2 പ്രാവശ്യം കർണനെ ചെന്ന് കണ്ട് പറഞ്ഞു. കർണൻ പറഞ്ഞു, ഭഗവാൻ പറയുന്നത് എല്ലാം ശരിയാണ്. പക്ഷേ ഒരു ദിവസം എന്നെ പൊതുസദസ്സിൽ വെച്ച് ക്ഷത്രിയന്മാർ നാണം കെടുത്തിയപ്പോൾ ഈ ദുര്യോധനനാണ് എൻ്റെ തോളോട് വന്ന് നിന്നത്. അതുകൊണ്ട് ദുര്യോധനൻ തെറ്റ് ചെയ്താലും ഞാൻ കൂട്ടുനിൽക്കും, ദുര്യോധനനെ ഞാൻ ഉപേക്ഷിക്കില്ല എന്ന്. അത് തെറ്റാണ്. നിങ്ങൾക്കൊരു ആത്മാർത്ഥ സുഹൃത്തുണ്ട്, ജീവിതത്തിൽ നിങ്ങളെ ഒരുപാട് സഹായിച്ച നല്ല ഒരു സുഹൃത്താണ്, നല്ല ഒരു വ്യക്തിയാണ്, സംശയമില്ല. അദ്ദേഹം പറയാം,
എടാ രമേശേ, ഇന്ന് ഞാൻ വൈകുന്നേരം SBI ബാങ്ക് കൊള്ളയടിക്കാൻ പോകുന്നു, കൂട്ടിന് വരുമോ? ഓ, ആത്മാർത്ഥ സുഹൃത്താണ്. നിങ്ങൾക്ക് ഭക്ഷണമില്ലാത്ത സമയത്ത് അദ്ദേഹം ഭക്ഷണം തന്നിട്ടുണ്ട്, പല സാഹചര്യങ്ങളിൽ സഹായിച്ചിട്ടുണ്ട്, കടപ്പാടുണ്ട്. പക്ഷെ ഇന്ന് വൈകുന്നേരം അദ്ദേഹം ബാങ്ക് കൊള്ളയടിക്കാൻ പോവാം, കൂട്ടിന് പോവോ? ആരും പോവും. അപ്പൊ ദുര്യോധനൻ കർണന്റെ ആത്മാർത്ഥ സുഹൃത്താണ്, ശരിയാണ്. പക്ഷേ ആ ദുര്യോധനൻ വഴിപിഴച്ചപ്പോൾ കർണൻ കൂട്ടുനിന്നു. ഭഗവാൻ 2 തവണ ചെന്ന് ഉപദേശിച്ചിട്ടും കർണൻ അത് കേൾക്കാൻ തയ്യാറായി. അപ്പൊ വീണ്ടും സത്യസന്ധമായ ഭക്തനാരാണ്? ഗുരുവിൻ്റെയും ആചാര്യന്മാരുടെയും വൈഷ്ണവരുടെയും ഗീതയുടെയും ഭഗവാന്റെയും നിർദ്ദേശങ്ങൾ പാലിക്കുന്ന വ്യക്തി, അല്ലെങ്കിൽ അത് അറ്റ്ലീസ്റ്റ് പാലിക്കാൻ ശ്രമിക്കുന്ന വ്യക്തി. ഭഗവത്ഗീതയിൽ കൃഷ്ണ ഭഗവാൻ പറയുന്നു, മത്സ്യമാംസങ്ങൾ കഴിക്കാൻ പാടില്ല. അത് മാത്രം എന്നെ കൊണ്ട് പറ്റും. രാമൻ കഴിച്ചില്ലേ രാമായണത്തിൽ? അങ്ങോട്ടൊരു ചോദ്യം. നമുക്ക് നാവിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, അത്രയേ ഉള്ളൂ. ഭഗവാൻ പറഞ്ഞത് അനുസരിക്കുന്നവരാ ഭക്തർ. അനുസരിക്കാതെ സ്വയം അതിനൊരു വ്യാഖ്യാനം തരുന്ന വ്യക്തി ഭക്തനല്ല. അപ്പൊ ഇത് ശുദ്ധഭക്തിയിൽ വരും. പിന്നെ ഭക്തരുടെ ഇനിയൊരു പ്രയാസം എന്താണെന്ന് വെച്ചാൽ, എപ്പോഴും ഭക്തർ ചോദ്യം നമ്മളെടുത്ത് ചോദിക്കാറുണ്ട്, ഞാൻ ഇത്രയും നാമജപം ചെയ്തു, സസ്യബുക്കായി മാറി, നിങ്ങൾ പറയുന്നതെല്ലാം ഞാൻ ചെയ്തു, എന്നാൽ എൻ്റെ ജീവിതത്തിൽ കഷ്ടപ്പാടോടെ കഷ്ടപ്പാട്. അടുത്തുള്ള കൈക്കൂലിയെല്ലാം മേടിക്കും, കള്ളത്തരം ചെയ്യും, എല്ലാ വേണ്ടാത്ത പരിപാടിയുണ്ട്. അയാൾക്ക് 3 വീട്, 4 കാറ്, 2 ഭാര്യ, സുഖമായി കഴിയുക. ഞാനെല്ലാം സത്യസന്ധമായി പാലിച്ചിട്ട് എനിക്ക് ഒന്നുമില്ല. ഇങ്ങനത്തെ വിമർശനങ്ങൾ കേട്ടിട്ടുണ്ടോ? ചിലപ്പം നമ്മുടെ മനസ്സിലും വന്ന് തോന്നും. ഭാഗവതത്തിൽ 8-ാം സ്കന്ധത്തിൽ സുന്ദരമായ അധ്യായത്തിൽ കൂടെ ഭഗവാൻ അത് വിശദീകരിച്ചിട്ടുണ്ട്. 3 വരങ്ങളും 3 അനുഗ്രഹങ്ങളും എന്നാണ് ആ ഒരു അധ്യായം. അതായത് ആ കഥ എല്ലാവർക്കും അറിയാം. ഇന്ദ്രനും മഹാബലി ചക്രവർത്തിക്കും ഒരു ചെറിയ വഴക്കാണ്. ആർക്കും ആ വഴക്ക്? ഇന്ദ്രനും മഹാബലിക്കും. ഒരു ദിവസം മഹാബലി ചക്രവർത്തി ഇന്ദ്രന് നേരെ യുദ്ധം സൈന്യത്തോട് പോയപ്പോൾ പേടിച്ച ഇന്ദ്രൻ അമരാവതി വിട്ട് ഓടിപ്പോയി. ഇന്ദ്രൻ ഇല്ലായിരുന്നു. മഹാബലി അങ്ങോട്ട് പോയിട്ട് ഇന്ദ്രനെ കാണാത്തത് കൊണ്ട് ദേഷ്യത്തിൽ ഇന്ദ്രൻ്റെ അമ്മയുടെ ചെവിയിലുള്ള 2 കമ്മലും കൂടെ പറിച്ചുകൊണ്ട് പോയി. എന്തിന് പാവം, കഷ്ടം. തമ്പാനൂർ പോകണമെങ്കിൽ ഇഷ്ടം പോലെ കിട്ടുമായിരുന്നു. പക്ഷെ ഇന്ദ്രൻ്റെ മഹാബലി എന്ത് ചെയ്തു? ഇന്ദ്രനെ കിട്ടാത്ത ദേഷ്യത്തിൽ, ചിലപ്പോൾ നമ്മളങ്ങനെ ചെയ്യാറുണ്ട്, ആരെടുത്തെങ്കിലുള്ള ദേഷ്യം വേറെ ആരെടുത്തെങ്കിലും കാണിക്കും. അങ്ങനത്തെ ലീലകൾ ചെയ്തവരുണ്ടോ? ഓഫീസിൽ എന്തെങ്കിലും വഴക്കായിരിക്കും, അവിടെ പറഞ്ഞു ജയിക്കാൻ പറ്റില്ല, വീട്ടിൽ വന്ന് പട്ടിയെടുത്തും കുട്ടിയെടുത്തൊക്കെ ദേഷ്യപ്പെടും. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ? ഒരുപാട്. ഇന്ദ്രനെ കിട്ടാത്ത ദേഷ്യം മഹാബലി ചക്രവർത്തി ഇന്ദ്രൻ്റെ അമ്മയെടുത്ത് തീർത്തു, ചെവിയിലുള്ള 2 കമ്മലും കൂടെ പറിച്ചെടുത്തുണ്ടോ. അപ്പോൾ അമ്മയ്ക്ക് ദേഷ്യമായി, സച്ചിമാതാവിന് ദേഷ്യമായി. അപ്പോൾ സച്ചിമാത തീരുമാനിച്ചു, ഇപ്പം ഇന്ദ്രൻ ജയിക്കേണ്ടത് ഇന്ദ്രൻ്റെ ആവശ്യം മാത്രമല്ല, എൻ്റെയും കൂടെ ആവശ്യമാണ്. ഭയോവൃതം യാഗം നടത്തി ഭഗവാൻ പ്രത്യക്ഷനായി. സച്ചിദേവി പറഞ്ഞു, അങ്ങേപ്പോലെ തുല്യനായ ഒരു പുത്രൻ എനിക്ക് വേണം. ഉടനെ ഭഗവാൻ പറഞ്ഞു, എനിക്ക് തുല്യമായി പ്രപഞ്ചത്തിൽ ആരുമില്ല, ഞാൻ തന്നെ മകനായി ജനിക്കാം. എനിവേ, അതൊരു വലിയ കഥ, എല്ലാവർക്കും അറിയാം. അവസാനം ഇന്ദ്രനെ സഹായിക്കാൻ വേണ്ടി മഹാബലി ചക്രവർത്തി എടുത്ത് വാമനമൂർത്തി ചെന്ന് 3 അടി മണ്ണ് ചോദിച്ചു. അതെല്ലാവർക്കും അറിയാല്ല കഥ. ആരെ സഹായിക്കാനാണ്? ആരുടെ സഹായത്തിനാണ് പോയത് വാമനമൂർത്തി? ഇന്ദ്രനെ സഹായിക്കാൻ 3 അടി മണ്ണ് ചോദിച്ചു. പക്ഷെ യഥാർത്ഥത്തിൽ വരം ലഭിച്ചത് ഇന്ദ്രനും അനുഗ്രഹം ലഭിച്ചത് മഹാബലി ചക്രവർത്തിക്കുമായിരുന്നു. ആദ്യത്തെ ഒരു ചുവടിൽ താഴോട്ടുള്ള 7 ലോകവും എടുത്തു. ഒറ്റ സ്റ്റെപ്പിൽ 7 ലോകം വികസിച്ചു. ഭഗവാൻ 7 ലോകം എടുത്തു താഴോട്ടുള്ളത്. അപ്പോൾ
ഒരു രഹസ്യമായ ഒരു അനുഗ്രഹം മഹാബലിക്ക് കൊടുത്തു. ഇതിന് ഈ മഹാബലി വിഷമിക്കേണ്ട, ഇതിനേക്കാളും ഒക്കെ ഒരു വലിയ ഗ്രഹം സുതളം എന്ന് പറഞ്ഞ് ഞാൻ നിനക്ക് പ്രത്യേകം പാതാളത്തിൽ ഉണ്ടാക്കി തരാം. ഇത് നഷ്ടമായെന്ന് വിചാരിക്കേണ്ട, ഇതിനേക്കാളും വലുതും ഐശ്വര്യ സമ്പന്നമായ ഒരു സുതളം ഞാൻ ഉണ്ടാക്കി തരാം. ഫസ്റ്റ്. രണ്ടാമത്തെ ചുവടിൽ മേലെയുള്ള 7 ഗ്രഹങ്ങൾ എടുത്തു, ഗ്രഹ സംവിധാനങ്ങൾ ഒറ്റ സ്റ്റെപ്പിൽ. ആദ്യം താഴെ എടുത്തു. ആ താഴെ വെച്ച ചുവടിന് എന്ത് ഫലമാണ് കിട്ടിയത്? എന്തനുഗ്രഹമാണ് മഹാബലി കിട്ടിയത്? സുതളം കിട്ടി. അടുത്തത് ഒരു സ്റ്റെപ്പിൽ മേലെ ഉള്ള 7 എടുത്തു. രഹസ്യമായി മഹാബലി എടുത്ത് പറഞ്ഞു, മഹാബലി വിഷമിക്കേണ്ട, അടുത്തത് അഥവാ ഒരു ജന്മമുണ്ടെങ്കിൽ നീ ഇന്ദ്രനായി ജനിക്കും. മൂന്നാമത്തത് എവിടെ വെച്ചു? മഹാബലിയുടെ തലയിലാണ് വാമനമൂർത്തി കാല് വെച്ചത്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, നീ എത്ര കാലം പാതാളത്തിലുണ്ടോ, സുതളത്തിൽ, അത്രയും കാലം ഞാൻ നിന്റെ കാവൽക്കാരനായി വാതിലിൽ വന്ന് നിൽക്കും. ഇപ്പൊ ഇത് ശിക്ഷയാണോ അനുഗ്രഹമാണോ? ബാഹ്യമായി വരം കൊടുത്തത് ഇന്ദ്രനും, രഹസ്യമായി അനുഗ്രഹം കൊടുത്തത് ആർക്കാണ്? അത് മനോഹരമായി ആചാര്യന്മാർ വിശദീകരിക്കുന്നു. ഗ്രഹം ഇന്ദ്രനും, അനുഗ്രഹം മഹാബലിക്ക്. പ്ലാനറ്റ്സ് എല്ലാം ആർക്ക് കൊടുത്തു? ഗ്രഹങ്ങളെല്ലാം ആർക്ക് കൊടുത്തു? ഇന്ദ്രൻ. അനുഗ്രഹം ആർക്ക് കൊടുത്തു? മഹാബലി ചക്രവർത്തി. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും സാധാരണ വ്യക്തികളായി കമ്പയർ ചെയ്യരുത്. അയാൾക്ക് 2 വീടുണ്ടല്ലോ, ഇത്രയും കാശുണ്ടല്ലോ, അയാളാണെങ്കിൽ നോൺ വെജാ, ഞായറാഴ്ച ഒരു ദിവസം ഉണ്ടെങ്കിൽ അയാൾ കള്ളു കുടിക്കും, ഞാനിതെല്ലാം ചെയ്തിട്ട് എൻ്റെ ജീവിതത്തിൽ കഷ്ടപ്പാടാണല്ലോ. അങ്ങനെ ചിന്തിക്കേ ചെയ്യരുത്. അവർക്ക് എന്താ കിട്ടുന്നത്? അവർക്ക് എന്താ കിട്ടുന്നത്? ഭൗതികമായ ഗ്രഹങ്ങളും സ്വർണവും സമ്പത്ത്. പക്ഷെ അതിനേക്കാളും ഒരു പടി ഉയർന്നത് എന്താണ്? നമുക്ക് അനുഗ്രഹം. അത് ഇപ്പൊ കാണുന്ന നമ്മുടെ കഷ്ടപ്പാടുകളെല്ലാം ഒരു മേഘം പോലെ സൂര്യപ്രകാശം വരുമ്പോൾ ഈ മഞ്ഞ് മൂടിയിരിക്കുന്നത് അങ്ങ് മാറിപ്പോകും. അതാണ് ഈ സുന്ദരമായ അധ്യായം ശ്രീമദ് ഭാഗവതത്തിൽ 8-ാം സ്കന്ധത്തിൽ വരങ്ങളും അനുഗ്രഹവും. വരം മുഴുവനും ഇന്ദ്രന് കിട്ടി, പക്ഷെ അനുഗ്രഹം ആർക്കാ കിട്ടിയത്? അപ്പൊ നമുക്ക് എന്താ വേണ്ടത്? രണ്ടും കിട്ടിയാൽ കൊള്ളാം. ഇത് വേണം. അപ്പോ ഭൗതികമായി ഒന്നും ആഗ്രഹിക്കേണ്ട, ചോദിക്കുകയും വേണ്ട. നമുക്ക് ലഭിക്കാനുള്ളത് തീർച്ചയായിട്ടും ഭഗവാൻ തരും. അപ്പൊ ശുദ്ധഭക്തൻ എന്താ പറയുന്നത്? ഭഗവാനെ അങ്ങേ സേവിക്കാനുള്ള അവസരം, അങ്ങയുടെ തൃപ്പാദങ്ങളിൽ തിരിച്ചു എത്താനുള്ള അവസരം. ശുദ്ധഭക്തിയാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത്. ഇനി ഒരു കളങ്കം എന്ന് പറഞ്ഞാല്, ചിലർ ഭക്തരാണ്, നല്ല സേവനം ചെയ്യും, പക്ഷെ ഭയങ്കര വിമർശകരാണ്. മറ്റുള്ളവരെ വിമർശിച്ചുകൊണ്ടേയിരിക്കും. അത് പിന്നെ മലയാളികൾക്ക് അല്പം കൂടുതലാണ്. തിരുവനന്തപുരത്തുകാർക്ക് കുറച്ചും കൂടെ കൂടുതലാണ്. പണ്ട് പറയും, എന്താണ്, അമ്മയെ തല്ലിയാലും എന്തോ ഒരു ചൊല്ലുണ്ടല്ലോ, 12 വർഷം 2 വർഷം. എല്ലാത്തിനും ഈ എഴുതാപ്പുറം വായിക്കാന്ന് പറയും. ഒരു പുസ്തകത്തിൽ 100 പേജ്, അതിൽ 90 പേജ് കാര്യം എഴുതിയിട്ടുണ്ട്. ചിലര് ഇതെന്താ ഈ 10 പേജ് കാലിയായിട്ടുള്ളത്? ഈ 90 എഴുതിയ പേജ് വായിക്കാൻ മെനക്കിടുന്നില്ല. അവരുടെ വിഷയം എന്താണ്? 10 പേജ് കാലിയായിട്ട് വെച്ചതാണ്. ഇത് ചൈതന്യ ചരിതാമൃതത്തിൽ അമോഘ എന്ന ഒരു കഥാപാത്രത്തിൽ കൂടെ മഹാപ്രഭു വിഷയം നല്ലൊരു വ്യക്തിയാണ്. പക്ഷേ ഇങ്ങനെ കുറ്റം കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കും. ഭാഗവതത്തിൽ ഒരു ശ്ലോകം ഉണ്ട്, ദോഷയ്യ ദൃക്, തെറ്റ് മാത്രം കാണുക, അത് മാത്രമേ. അങ്ങനെ ശീലിച്ചു പോകും ചില മനുഷ്യരങ്ങനെയാണ്. ഒരുപാട് നന്മകളും അത് കാണാനേ അവർ പഠിക്കത്തില്ല, ദോഷങ്ങൾ മാത്രമേ കണ്ടുകൊണ്ടിരിക്കൂ. ഇവിടെ നല്ലൊരു സത്സംഗം, ഇത് കഴിഞ്ഞ് പായസത്തോട് സദ്യ. ലീലാദക്ഷിണ തരുണ്ടോ? പായസം ഇല്ലേ? പായസം എന്ന് വിചാരിച്ചാൽ ഞാൻ വന്നത്. പായസം ഉണ്ടോ? എത്ര കൂട്ടം പായസം? 1 ഉണ്ടോ?
അപ്പോൾ സത്സംഗം, ഭജന, ഇത് കഴിഞ്ഞ് പായസം എല്ലാം. പക്ഷേ നമ്മൾ ഇറങ്ങിപ്പോയപ്പോൾ കാല് ഒന്ന് സ്റ്റെപ്പിൽ തട്ടി ഒന്ന് കൊണ്ടു. വീട്ടിലെത്തിയ ഉടനെ ലീലാദാക്ഷി മാതാജി വിളിച്ചിട്ട് അവിടെ പോയല്ലോ, എന്തായിരുന്നു വിശേഷം എന്ന് ചോദിച്ചാൽ സത്സംഗത്തിനെ കുറിച്ച് പറയില്ല, പാൽപായസം കഴിച്ചതും പറയില്ല. നമ്മൾ എന്ത് പറയും? കാല് തട്ടിയതേ പറയും. ദോഷങ്ങൾ മാത്രം ശ്രദ്ധിക്കുക, ദോഷങ്ങളെ മാത്രം മനസ്സിൽ സൂക്ഷിക്കുക, ദോഷം മാത്രം വിതരണം ചെയ്യുക. അങ്ങനത്തെ വ്യക്തികളിൽ ജീവിതത്തിൽ ദോഷം മാത്രമേ ഉണ്ടാകൂ. അമോഘ മഹാപ്രഭുയുടെ കാലഘട്ടത്തിൽ മഹാപരമ വൈഷ്ണവനായ സാർവഭൗമ ഭട്ടാചാര്യരുടെ മരുമകൻ, അദ്ദേഹം ഒരു തവണ ചൈതന്യ മഹാപ്രഭുവിനെ കാണാൻ അദ്ദേഹത്തിന്റെ ആശ്രമത്തിലേക്ക് പോയി. അതായത് ശ്രമം, വിശ്രമം, ആശ്രമം. ശ്രമയേവ ഹി കേവലം. കർമ്മഫലം ഉണ്ടാക്കുന്ന ജോലികൾ ചെയ്യുന്നതെല്ലാം ശ്രമം. അതാണ് നമ്മളെല്ലാവരും ചെയ്യുന്നത്. രാവിലെ ഓഫീസിൽ പോകുന്നത്, ശമ്പളം വാങ്ങിക്കുന്നത്, വീട് പണിയുന്നത്. കർമ്മഫലം ഉണ്ടാക്കുന്ന ജോലി എല്ലാം ചെയ്യുന്നത് എന്താണ്? ശ്രമം. ഒരു ജോലിയും ചെയ്യാതെ മടിയനായിരുന്നു കഴിഞ്ഞാൽ എന്താണ്? വിശ്രമം. ആശ്രമം ചിലർ തെറ്റിച്ചിരിക്കുകയാണ്. ആശ്രമത്തിൽ പോയി ചേർന്ന ബാദാം പാല് കിട്ടും, മുന്തിരിപ്പരിപ്പും അണ്ടിപ്പരിപ്പും അങ്ങനെയാണ് വിചാരിച്ചത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ആശ്രമത്തിൽ ഒരാൾ ബ്രഹ്മചാരിയായി ചേരാൻ പണ്ട് 3 ദിവസം ഓടിപ്പോയി. അയാൾ പറഞ്ഞു ഇതിനേക്കാളും വെളിയിൽ ജോലി കുറവാണല്ലോ, ഇവിടെ 4 മണിക്ക് എണീക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, ഓടിപ്പോയി. ചിലരൊക്കെ വിചാരിച്ചിരിക്കുകയാണ് ആശ്രമത്തിൽ, അങ്ങനെ വിചാരിച്ച് വന്ന പ്രഭുവാണിത്. ആശ്രമത്തിൽ പോയാൽ അണ്ടിപ്പരിപ്പ് കിട്ടും, ബദാം പാല് കിട്ടും, അല്ലേ ശ്രീക്ഷേത്ര പ്രഭു? ഇപ്പൊ ആശ്രമത്തിന്റെ അടുത്ത് വിളിച്ചാൽ മതി, അയ്യോ വണ്ടി ചീത്തയായി. അപ്പോ കർമ്മഫലം ഉണ്ടാക്കുന്ന ജോലി ശ്രമം. ഒരു കർമ്മഫലം വെറുതെ ഇരുന്നാൽ വിശ്രമം. കർമ്മത്തിനെ കത്തിക്കുന്ന ജോലി ചെയ്യുന്ന സ്ഥലം ആശ്രമം. മനസ്സിലായോ? അവിടെ പണിയില്ലാതല്ല, അവിടെ ചെയ്യുന്ന പണി നമ്മുടെ കർമ്മത്തിനെയും കർമ്മഫലത്തിനെയും കത്തിക്കും. അതെന്ത് പണിയാണ്? ഭഗവാന് ഭക്തിയുത സേവ. കർമ്മഫലത്തിനെ കത്തിക്കുക, ആശ്രമം. ഈ ആശ്രമത്തിന്റെ കാര്യം എന്തിനാ പറഞ്ഞത്? ചൈതന്യ മഹാപ്രഭുയുടെ ആശ്രമത്തില് അമോഘ, അവിടെ ഒരുപാട് ശിഷ്യഗണങ്ങളുണ്ട്, സത്സംഗം നടക്കുന്നുണ്ട്, മഹാപ്രഭു എല്ലാവരെയും അനുഗ്രഹിക്കുന്നു, സംസാരിക്കുന്നു, ഭഗവത് കാര്യങ്ങൾ, ഭഗവത് ചർച്ച എല്ലാം നടക്കുന്നു. ഈ അമോഘ കണ്ടത് ചുമലിൽ വരിവരിയായി ഉറുമ്പുകൾ കയറിപ്പോകുന്നു. എന്തെല്ലാമോ വിഷയമുണ്ട്. അപ്പുറത്ത് സത്സംഗം നടക്കുന്നു, ഭക്തന്മാരോട് മഹാപ്രഭു സംസാരിക്കുന്നു, പ്രസാദ വിതരണം നടക്കുന്നു, ഭഗവാനെ കുറിച്ച് നല്ല കാര്യമെല്ലാം നടക്കുന്നു. പക്ഷെ ഈ അമോഘ കണ്ടതേതാ? ചുമരിൽ കൂടെ ഉറുമ്പുകൾ കയറിപ്പോകുന്നു. ഉടനെ അമോഘ ഹായ് ഹായ്, ബംഗാൾ ഭാഷയിൽ ഹായ് ഹായ് വെച്ചാൽ നമ്മൾ അയ്യോ അയ്യോ നിലവിളിക്കും. ആരെങ്കിലും ഉറുമ്പിനെ കണ്ട അയ്യോ അയ്യോ നിലവിളിക്കും. അമോഘ തലയിലടിച്ച് നിലവിളിക്കാൻ തുടങ്ങി, ഹായ് ഹായ്, അയ്യോ അയ്യോ. ഇദ്ദേഹം ലോകത്തിന് ഒരു സന്യാസിയായി വേഷമിട്ട് നടക്കുന്നു. ആശ്രമത്തിനകത്ത് മധുരപലഹാരങ്ങളെല്ലാം ഒളിപ്പിച്ച് വെച്ച് കഴിക്കുന്നു. കാരണം 500 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ ഒരു നിയമം ഉണ്ടായിരുന്നു. ഭാഗ്യം ഇപ്പം ആ നിയമം എടുത്തു. എന്താണ്? ആധ്യാത്മിക വ്യക്തികൾക്ക് മധുരപലഹാരം പാടില്ല, കൊടമയർ പാടില്ല, ഇങ്ങനെയൊക്കെ ചില നിയമങ്ങൾ ഉണ്ടായിരുന്നു. എപ്പോ? ചൈതന്യ മഹാപ്രഭുയുടെ കാലത്ത്. എന്തൊക്കെ പാടില്ല? മധുരപലഹാരങ്ങൾ. സന്യാസി വര്യന്മാർക്കൊക്കെ എന്ത് കഴിക്കാൻ പാടില്ല? അത് പറഞ്ഞ ഈ പകുതി എണ്ണം കാണാതായി പോകും. അത് ചോറിന് പകരം മധുരമാണ് കഴിക്കുന്നത്. പകുതി പേര് ആശ്രമത്തിൽ നിന്ന് ഓടിപ്പോകും. അപ്പൊ ഈ അമോഘ നിലവിളിക്കാം. ഇദ്ദേഹം ലോകത്തിന്റെ മുമ്പേ ഒരു സന്യാസിയായി അഭിനയിക്കുമെങ്കിലും ആശ്രമത്തിനകത്ത് എന്തും ഒളിച്ചു വെച്ച് തിന്നു? മധുരം. അതൊക്കെ ഒരു തെറ്റാണ്.
മധുരപലകാരം. അങ്ങനെ ദോഷങ്ങൾ മാത്രം കാണുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ആര്? അമോഘ. സാർവഭൗമ ഭട്ടാചാര്യരുടെ മരുമകനായി. ഒരു ദിവസം സാർവഭൗമ ഭട്ടാചാര്യർ മഹാപ്രഭുവിനെ വീട്ടിൽ ഭക്ഷണത്തിനായി വിളിച്ചു. അന്ന് കാലത്ത് അങ്ങനെയൊക്കെ ഒരു ചടങ്ങ്. നാമം ജപിക്കുന്നവരെ, വൈഷ്ണവരെ നമ്മുടെ വീട്ടിൽ വിളിച്ചിട്ട് സ്വിഗ്ഗിയിൽ കൂടെ ഓർഡർ ചെയ്ത് അവർക്ക് അങ്ങ് ഫുഡ് കൊടുക്കുക. വൈഷ്ണവ സേവനം. അതാണ് ഇപ്പം നടക്കുന്നത്. അങ്ങനെയല്ല, നമ്മൾ പാചകം ചെയ്ത്, സ്നേഹത്തോട് നമ്മളെല്ലാം പാചകം ചെയ്ത് ഭഗവാന് സമർപ്പിച്ച് നാമജപം ജപിക്കുന്ന വൈഷ്ണവർക്ക് നമ്മുടെ കൈകൊണ്ട് അതാണ് പ്രസാദ സേവ. അപ്പൊ സാർവഭൗമ ഭട്ടാചാര്യർ ഒരു മഹാ ആചാര്യനാണ്. അദ്ദേഹമാണ് ക്ഷണിക്കുന്നത് ആരെ? മഹാപ്രഭുവിന് പ്രസാദം കഴിക്കാൻ. പക്ഷെ സാർവഭൗമ ഭട്ടാചാര്യക്ക് ഒരു ചെറിയ സങ്കടം. ഇതിൻ്റെ ഇടയ്ക്ക് ഈ അമോഘ കയറി വന്നാലോ തൻ്റെ മരുമകൻ എന്തെങ്കിലും പറഞ്ഞു കുറ്റം കണ്ടുപിടിക്കും. അതുകൊണ്ട് വെളിയിൽ രണ്ടുപേരെ ജോലിക്ക് കമ്പും വെച്ച് നിർത്തി. അഥവാ എൻ്റെ മരുമകൻ വന്ന ഒന്നും നോക്കണ്ട, അടിച്ചു ഓട്ടിച്ചോളാൻ പറഞ്ഞു. ജോലിക്കൊക്കെ ആളെ നിർത്തി വെച്ചിട്ട് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പത്നിയും മകളുമെല്ലാം മഹാപ്രഭുവിന് ഭക്ഷണം വിളമ്പുകയാണ്. പക്ഷെ ഇവരുടെ ശ്രദ്ധ മുഴുവനും മഹാപ്രഭുവിലായപ്പോൾ എവിടെ ഇരുന്നോ നുളഞ്ഞു കയറി വന്നു അമോഘ. വന്ന ഉടനെ ഹായ് ഹായ്, സന്യാസി കഴിക്കുന്ന കഴിപ്പ് കണ്ടില്ലേ? ചിലപ്പം തൈക്കാട് സത്സംഗം കഴിഞ്ഞോണ്ട് എനിക്ക് ചിലർ ഫോട്ടോ അയക്കും. ഞാൻ പള്ളിച്ചെല്ലാണ്. തിങ്കളാഴ്ച ചോറ് പരിപ്പും, ചൊവ്വാഴ്ച പരിപ്പും ചോറും, ബുധനാഴ്ച ചോറും പരിപ്പും അച്ചാർ, വ്യാഴാഴ്ച പപ്പടവും ചോറും പരിപ്പും. ചുരുക്കത്തിൽ ഡെയിലി എന്താണ്? ചോറും. കളർ മാറും പരിപ്പും. എന്നാൽ ഇവിടുത്തെ പ്രസാദമോ ഐറ്റം കൂടുതൽ. ലീലാലക്ഷ്മണത്തിൽ എത്ര ഐറ്റം ആണെന്ന്? 16 ഐറ്റം. അമോഘ വന്നു. മഹാപ്രഭു വലിയ സദ്യ കഴിച്ച കണ്ടിട്ട് ഹായ് ഹായ്, ഒരു സന്യാസി വര്യൻ ഇങ്ങനെയാണോ കഴിക്കുന്നത് എന്ന് പറഞ്ഞ് കുറ്റം കണ്ടുപിടിക്കാൻ തുടങ്ങി. സാർവഭൗമ ഭട്ടാചാര്യർ ഒരു വടിയും എടുത്തിട്ട് മരുമകനെ ഓടിക്കുമ്പോൾ പറയാം, എൻ്റെ മകൾ വിധവയായാലും എനിക്ക് സന്തോഷമാണ്, ഇങ്ങനെ ഒരു അപരാധിയെ മരുമകനായി കിട്ടിയത്. പക്ഷെ അങ്ങനെ ഒരു വാക്ക് സാർവഭൗമ ഭട്ടാചാര്യർ പറഞ്ഞ ഉടനെ വല്ലാത്തൊരു അസുഖം അമോഘയെ ബാധിച്ചു. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ദോഷയ്യ ദൃക്, ഭക്തജനങ്ങളിൽ കുറ്റം കണ്ടുപിടിക്കുക. ഇനി അഥവാ ഒരുത്തൻ തെറ്റ് ചെയ്താലും അവനെ ആ കുറ്റത്തിലിരുന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ സഹായിക്കണം, അല്ലാതെ ആ കുറ്റം നോക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സാർവഭൗമ ഭട്ടാചാര്യർ മനസ്സുകൊണ്ട് ഒരു വാക്ക് പറഞ്ഞു, ഇതിനേക്കാളും ഭേദം എൻ്റെ മകൾ വിധവയായിരിക്കുന്നതാ. അടുത്ത നിമിഷം അദ്ദേഹത്തിനെ രോഗം ബാധിച്ചു. എന്നിട്ടും സാർവഭൗമ ഭട്ടാചാര്യർ മനസ്സുകൊണ്ട് എന്താ വിചാരിക്കണം? വേണം, ഇവൻ ഇങ്ങനെ ഒരു ശിക്ഷ വേണം. പക്ഷെ മഹാപ്രഭു കാര്യമാക്കിയില്ല. മഹാപ്രഭു വന്ന് അമോഘയുടെ ഹൃദയത്തിൽ കൈവച്ചിട്ട് പറഞ്ഞു, അമോഘ, ഇനിയെങ്കിലും ഈ വൈഷ്ണവരെ, ഭക്തരെ, സാധുക്കളെ, ആധ്യാത്മിക വ്യക്തികളെ കുറ്റം പറയുന്നത് നിർത്ത്. നീ ഈ രോഗത്തിലിരുന്ന് രക്ഷപ്പെടും. അപ്പോൾ 12-ാം അധ്യായം മുഴുവനും ഭഗവാൻ ശുദ്ധഭക്തിയെ കുറിച്ചാണ് വിശദീകരിക്കുന്നത്. കുറ്റം പറയുന്നതോ ലൗകികമായ മറ്റ് ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങൾ വെച്ച് പുലർത്തുന്നതോ, നമ്മൾ ലൗകികവാദികളുടെ സമ്പത്തും ആരോഗ്യവും നോക്കി അവരോട് താരതമ്യപ്പെടുക, ഒന്നും ഭക്തിക്ക് ചേർന്നതല്ല. മനസ്സിലായോ? ശ്രീല പ്രഭുപാദ് കീ ജയ.